കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ വിവിധ ജനക്ഷേമ വികസന പദ്ധതികളുടെ സമർപ്പണവും നിർമ്മാണോദ്ഘാടനവും നടന്നു. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കനക ഗോൾഡൻ ഡയമണ്ട്സ്, ഏഴൂർ റോഡ്, തിരൂർ. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. സർക്കാരിന്റെ ദേവാരണ്യം പദ്ധതിയോടനുബന്ധിച്ച് ക്ഷേത്രാങ്കണത്തിൽ ഔഷധ സസ്യങ്ങളും പൂജാപുഷ്പങ്ങളും തണൽ മരങ്ങളും വെച്ചുപിടിപ്പിക്കുന്ന ഹരിതവൽക്കരണ പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. തുടർന്ന് ലീപ്പ് ഇന്റർനാഷണൽ MD S കൃഷ്ണമൂർത്തി സ്വന്തം ഫണ്ടിൽ നിന്നും 1 കോടി രൂപ അലങ്കാര ഗോപുര നിർമ്മാണത്തിനായി സംഭാവന ചെയ്യുന്ന ചടങ്ങും നടന്നു. ഈ തുക ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ അലങ്കാര ഗോപുരത്തിന്റെയും അനുബന്ധ ഓഫീസ് അനക്സിന്റെയും നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. ദേവസ്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൗജന്യ ഡയാലിസിസ് സെന്ററിലേക്ക് IDBI ബാങ്കും ദേവസ്വവും സംയുക്തമായി സ്ഥാപിച്ച 70 കിലോവാട്ട് ശേഷിയുള്ള സോളാർ പവർ പ്ലാന്റിന്റെ സ്വിച്ച് ഓൺ കർമ്മവും ചടങ്ങിൽ നടന്നു. ക്ഷേത്രങ്ങളുടെ വികസനത്തിന് ഭക്തജനങ്ങളുടെ സഹായവും വിവാദങ്ങളില്ലാത്ത കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടും മികച്ച രീതിയിൽ ഉപയോഗിക്കാമെന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞു. സർക്കാർ ഫണ്ടുകൾക്ക് തനതായ പരിമിതികളുള്ള സാഹചര്യത്തിൽ ഇത്തരം ബദൽ മാർഗങ്ങൾ കണ്ടെത്തി നടപ്പാക്കുന്നതിൽ കാടാമ്പുഴ ദേവസ്വത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകയാണെന്ന് മന്ത്രി പറഞ്ഞു. ഏറ്റവും മഹത്വമാണ് ഇവിടെ ഈ ക്ഷേത്രം ഇന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക്. ഏതാണ്ട് 3 വർഷം മുമ്പ് ഇവിടെ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിച്ചത്. അന്ന് കേരളത്തിൽ വലിയ ചർച്ചയായി. ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ആരാധനയ്ക്ക് വേണ്ടി മാത്രമല്ല, നാടിന് വേണ്ടി നിൽക്കേണ്ട, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനം കൂടിയാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ആദ്യത്തെ ഡയാലിസിസ് സെൻ്റർ ഇവിടെ വന്നായിരുന്നു. ഇന്ന് ഏതാണ്ട് മിനിമം 2 ബാച്ചുകളായി 20 പേർക്ക് വീതം ഇന്ന് ഡയാലിസിസ് നടത്തും. നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, ക്യാൻസറും കിഡ്നി ഫെയിലിയറുമാണ് ഇന്ന് നമ്മുടെ ആരോഗ്യ രംഗത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അതിലെ കിഡ്നി പേഷ്യൻസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത് കണ്ടുപിടിച്ചാൽ ഒരുപക്ഷെ നമുക്ക് ഇത് പരിഹരിക്കാൻ കഴിയും. കാരണം സർജറി നടത്തി നമുക്ക് ഇത് സുഖം പ്രാപിക്കാം. പക്ഷേ ഒരു പ്രായം വരും. മുമ്പൊക്കെ കിഡ്നി ഫെയിലിയർ വന്നാൽ ഒരു ഓപ്പറേഷനൊക്കെ നല്ല ഫെയിലിയറായി. അന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ 99% കേസുകളും ഫെയിലിയറായിരുന്നെങ്കിൽ ഇന്ന് ട്രാൻസ്പ്ലാന്റ് ഏതാണ്ട് 99% സക്സസ് ആണ്. അത്രയേറെ ശാസ്ത്രം വളർന്നു. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ചെറുപ്പമാണെങ്കിൽ ശരീരത്തിൽ മറ്റസുഖങ്ങളുണ്ടെങ്കിൽ പിന്നെ ഡയാലിസിസ് മാത്രമേ മാറൂ. എത്രയോ യൂണിറ്റുകൾ തെന്മലയ്ക്കാണ് തണൽ എന്നൊരു സ്ഥാപനമുണ്ട് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും. ഏതാണ്ട് ഒട്ടുമിക്ക സർക്കാർ ആശുപത്രികളും ജില്ലാശുപത്രികളും മെഡിക്കൽ കോളേജുകളൊക്കെ ഈ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നു. പക്ഷേ എങ്കിലും രോഗികളുടെ എണ്ണം അത്രയേറെ വർദ്ധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഡയാലിസിസ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ അത് വളരെ രോഗികൾക്ക് ആശ്വാസപ്രദമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ക്ഷേത്രം അതിൻ്റെ ഐതിഹ്യം കൊണ്ട് മാത്രമല്ല, പ്രവർത്തനങ്ങൾ കൊണ്ടും മാതൃകയാണ് എന്ന് പറയാൻ ഈ സ്ഥലത്ത്. ക്ഷേത്രം തന്ത്രി അണ്ടലാടിമന ഉണ്ണി നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. KK ആബിദ് ഹുസൈൻ തങ്ങൾ MLA അധ്യക്ഷനായി. മലബാർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ OK വാസു, ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു എന്നിവർ മുഖ്യാതിഥികളായി. അലങ്കാര ഗോപുര നിർമ്മാണത്തിനായുള്ള 1 കോടി രൂപയുടെ ചെക്ക് ലീപ്പ് ഇന്റർനാഷണൽ പ്രതിനിധികളായ രഘുനന്ദനൻ, സുരേഷ് എന്നിവർ ചേർന്ന് മലബാർ ദേവസ്വം ബോർഡ് അധ്യക്ഷനെ കൈമാറി. മലബാർ ദേവസ്വം ബോർഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ബാബു, കാടാമ്പുഴ ദേവസ്വം ട്രസ്റ്റി MV ഭാസ്കര വാര്യർ, മാറാക്കര പഞ്ചായത്ത് അധ്യക്ഷൻ OK സുബൈർ, ഉപാധ്യക്ഷ PS ലത, MC സുനിൽകുമാർ, R വേണുഗോപാലൻ, TS സുരേഷ് കുമാർ, ദേവസ്വം മാനേജർ K ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസ അർപ്പിച്ചു. കാടാമ്പുഴ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ S രഞ്ജൻ സ്വാഗതവും ദേവസ്വം എഞ്ചിനീയർ K വിജയകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.